യോഹന്നാൻ 5:44. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചോദ്യമാണ്. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട്. ഈ ലോകത്ത് നമ്മൾ കാണുമ്പോൾ ഈ വ്യവസ്ഥിതിയിൽ അങ്ങനെയാണ്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഒരുത്തൻ മറ്റവനെ പൊക്കുന്നു, അവനെ പബ്ലിക്കായിട്ട് മറ്റു സ്ഥലത്ത് കാണുമ്പോൾ അവനെ ഉയർത്തുന്നു, അവനെ പുകഴ്ത്തുന്നു. അവൻ അവസരം കിട്ടുമ്പോൾ തിരിച്ചും ഇവനെ പുകഴ്ത്തുന്നു. ഇദ്ദേഹം ഭയങ്കര മാന്യനാണെന്ന് പറയുന്നു, ഉയർത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കൊടുക്കുന്ന ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി അത് നമ്മൾ ലോകത്തിൽ സാധാരണമായിട്ട് കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുക. ഈ ലോകത്തിൻ്റെ ഈ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയൊക്കെ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ടും കിട്ടത്തില്ല. യഥാർത്ഥമായ ബഹുമാനം, യഥാർത്ഥമായ ഉയർച്ച, യഥാർത്ഥമായ അനുഗ്രഹം, യഥാർത്ഥമായ പ്രോത്സാഹനം, യഥാർത്ഥമായ സ്നേഹം ഇതെല്ലാം വരുന്നത് ദൈവത്തിങ്കൽ നിന്നാണെങ്കിൽ അത് സ്ഥിരമായിരിക്കും. ഈ ലോകത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കുമ്പോൾ അത് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ, ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരുമ്പോൾ, ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, കുടുംബത്തിൽ, എല്ലായിടത്തും ആ ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹം, ആ ദൈവത്തിൽ നിന്നുള്ള ഒരു മാന്യത, ആ ദൈവത്തിൽ നിന്നുള്ള ഒരു വിജയം, അത് ദൈവം തരുന്ന വിജയമാണ്. നമ്മുടെ ബുദ്ധിയാലല്ല, നമ്മുടെ പ്രയത്നങ്ങളാലല്ല, നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് പോളിസി കളിച്ചിട്ടല്ല, ലോകത്തിനോടൊപ്പം ചേർന്നിട്ടല്ല, ദൈവത്തിൽ നിന്നുള്ളത്, കർത്താവിൽ നിന്നുള്ളത്. ആ അനുഗ്രഹമാണ് യഥാർത്ഥ അനുഗ്രഹം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മാത്രമാണ് ലോകത്തിൽ വിജയിക്കുകയുള്ളൂ. നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് എന്തെല്ലാം കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാലും അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകാൻ അല്പസമയം മതി. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിക്കൊപ്പം നാം നടക്കുമ്പോൾ, പ്രാർത്ഥനയോടെ വചനത്തിനനുസൃതമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആ വിജയം, ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ആ ബഹുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ തേടിയെത്തും. അതുമാത്രമാണ് യഥാർത്ഥ അനുഗ്രഹം, അതുമാത്രമാണ് യഥാർത്ഥ വിജയം, അതുമാത്രമാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം മുറുകെ പിടിക്കാം. ലോകത്തിൽ നിന്നുള്ളത് വേണ്ട, നമ്മുടെ സ്വയ പരിശ്രമങ്ങൾ കൊണ്ടുള്ളത് വേണ്ട. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ